നമസ്കാരം. ഈ ഓണക്കാലത്ത് ധനഭാഗ്യം വളരെ വലിയ തോതിൽ കടാക്ഷിക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് ഈ ഓണം ബമ്പർ ലോട്ടറി ഭാഗ്യം തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതായത് ധനപരമായി വളരെ വലിയ ഉയർച്ചയാണ് കാണുന്നത്. അപ്പോൾ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികൾ വഴി കയ്യിലേക്ക് ഭാഗ്യം എത്താൻ യോഗമുണ്ട്. നിങ്ങൾ കുടുംബ പരദേവതയുടെ കുലദേവതയുടെ അനുഗ്രഹം നേടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ലോട്ടറി പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന ആളുകൾ, ഇത് ഓണം ബമ്പറെന്ന് മാത്രമല്ല, എപ്പോൾ ലോട്ടറി എടുക്കുമ്പോഴും നിങ്ങൾ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ എടുക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ നക്ഷത്രക്കാർക്കും തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഇതൊക്കെ ലോട്ടറി എടുക്കുന്നതിന് വളരെ ഉത്തമമായ ദിനങ്ങളാണ്. ഇവിടെ ഇനി പ്രത്യേകിച്ച് ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ ദിനങ്ങൾ വളരെയധികം ഭാഗ്യം നൽകുന്ന ദിനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഓണം ബമ്പർ കുറച്ച് നക്ഷത്രക്കാർക്ക് ഭാഗ്യം നൽകുന്നതായിരിക്കും. അതിൽ നിന്ന് ചെറുതോ വലുതോ ആകട്ടെ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓണം ബമ്പർ വഴി മാത്രമല്ല, ഷെയർ മാർക്കറ്റിൽ നിന്ന്, അതേപോലെ ചിട്ടി, പാട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൂടാതെ ലോണൊക്കെ സാങ്ഷൻ ആകാതെ എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ തടസ്സങ്ങൾ മാറി ലോൺ വഴിയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ധനങ്ങളാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയൊക്കെ പല വിധേന നിങ്ങളുടെ കയ്യിലേക്ക് ധനം എത്തിച്ചേരാനായിട്ട് ഭാഗ്യമുണ്ട്. സാമ്പത്തികമായി ഒരു മാറ്റം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ പൊന്നിൻ ചിങ്ങമാസം നിങ്ങൾക്ക് നൽകുന്നത്. എടുത്തു പറയേണ്ടത് ഈ ലോട്ടറി ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ച് നക്ഷത്രക്കാർ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ സാധ്യത ഏറെയുണ്ട്. മറ്റുള്ളവർക്ക് സാധ്യത ഇല്ല എന്നതല്ല, ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറിയിൽ നിന്ന് ധനം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ആ നക്ഷത്രക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്, ഈ ചിങ്ങം 1 മുതൽ. അപ്പോൾ വളരെ വലിയ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. പ്രതിസന്ധികളൊക്കെ അവസാനിക്കും. നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു വർഷക്കാലം നിങ്ങളുടെ മുന്നിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ധനലാഭം, അതാണ് ഫലമായി പറയാനുള്ളത്. ഒരു വർഷക്കാലത്തിനുള്ളിൽ വളരെ വലിയ ഒരു തുക കയ്യിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു വളരെ വലിയ തുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ അത് ലോട്ടറി ഭാഗ്യം തന്നെയാണ്. ലോട്ടറി വഴിയാണ് നിങ്ങൾക്ക് ഒരു തുക കിട്ടാനുള്ള ഭാഗ്യം കാണുന്നത്. എന്തെന്നാൽ ഇവിടെ ഭാഗ്യദേവതയുടെ കടാക്ഷമുണ്ട്. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ നമ്മളൊരു ലോട്ടറി എടുക്കുമ്പോൾ അത് എല്ലാവർക്കും അടിക്കുന്നില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും അതിൽ നിന്ന് ഒരു മാർഗം തെളിയുന്നത്, അല്ലെങ്കിൽ ധനം കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്ന നിങ്ങൾക്ക് അത് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ്. നല്ല ഒരു സമയം തന്നെയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. ഇനി അടുത്ത നക്ഷത്രങ്ങളായി വരുന്നത് ആയില്യവും ചിത്തിരയുമാണ്. ആയില്യം ചിത്തിര നക്ഷത്രക്കാർക്ക് ധനലാഭം കാണുന്ന ഒരു സമയമാണ് ഈ പൊന്നിൻ ചിങ്ങ മാസം. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം തേടിയെത്തും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യമാണ്. അതേപോലെ ബിസിനസ്സിൽ നിന്നും നല്ല ഒരു വരുമാനം ഒക്കെ വന്നു ചേരും. നിങ്ങൾ അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും പായസം കഴിപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമായ ഫലം ചെയ്യും. അതേപോലെ തന്നെ ചിത്തിര നക്ഷത്രക്കാർക്കും നല്ല ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ ആയില്യം നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങൾ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം കൂടി നടത്തേണ്ടത് അത്യാവശ്യമാണ്. ലോട്ടറി എടുക്കാനായി ഇനി മുതിരുകയാണെങ്കിൽ അതിന് മുന്നേ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം കൂടി നടത്തി ഭഗവാനെ ഒന്ന് പ്രീതനാക്കിയതിന് ശേഷം പോയി ലോട്ടറി എടുക്കുന്നതും ഉത്തമമായ ഒരു ഫലത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. ഇനി അടുത്ത ചിത്തിര നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഭാഗ്യത്തിൻ്റെ ഒരു ആശ്രയം നിങ്ങൾക്ക് വളരെ വലിയ തോതിൽ ഉണ്ടാകും. അത് ഏത് കാര്യം ചെയ്യുമ്പോഴും, അത് ലോട്ടറി അല്ല, ഏത് കാര്യം ചെയ്യുമ്പോഴും, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും, ഒരു എക്സാം എഴുതുമ്പോഴും, അത് വിവാഹ കാര്യത്തിലേക്കായാലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോഴായാലും എല്ലാം ഭാഗ്യത്തിൻ്റെ ഒരു അനുഗ്രഹം, ഒരു തലോടൽ നിങ്ങളുടെ മേൽ ഉണ്ടാകുന്ന സമയമാണ്. കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കുന്ന സമയമാണ്. പ്രാരാബ്ധങ്ങളൊക്കെ മറികടന്ന് വിജയത്തിലെത്താൻ, പ്രാരാബ്ധങ്ങളൊക്കെ ഒഴിഞ്ഞ സമാധാനമായ ഒരു അന്തരീക്ഷത്തോടു കൂടിയുള്ള ജീവിതം ലഭിക്കാൻ കൂടി ഈ പൊന്നിൻ ചിങ്ങം മാസം മുതൽ അടുത്ത പൊന്നിൻ ചിങ്ങം മാസം വരെയുള്ള സമയം നിങ്ങൾക്ക് വഴിയൊരുങ്ങുന്നതാണ്. ഇനി അനിഴം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കും വിവിധ മേഖലകളിൽ നിന്ന് സാമ്പത്തികമായി ഒരു പുരോഗതി, ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. ഓഹരി വിപണിയിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ്. ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് 2025 ഈ പൊന്നോണം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ജീവിതത്തിൽ അനുഭവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു സമയം കൂടിയാണ്.
ഇനി ഉത്രാടം നക്ഷത്രക്കാരാണ് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള മറ്റൊരു കൂട്ടർ. ഇവർക്കും ലോട്ടറി സംബന്ധമായിട്ടുള്ള വളരെ വലിയൊരു വിജയം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓണം ബമ്പർ നിങ്ങൾ എടുത്താൽ അതിൽ നിന്ന് ഒരു ധനം നിങ്ങളിലേക്ക് എത്തുമെന്നതിൽ സംശയം വേണ്ട. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി ഭാഗ്യം വന്നു ചേരാനും ലോട്ടറിയിൽ നിന്ന് ധനം അനുഭവിക്കാനുമുള്ള ഒരു യോഗവും ഭാഗ്യവും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട്. ഇനി ചതയം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒന്നിനു പിറകെ ഒന്നായി ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് ധനം കുമിഞ്ഞുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ധന വരവ് ലോട്ടറി മുഖേന നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഹരി വിപണിയിൽ നിന്നാകട്ടെ, ബിസിനസ്സിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടാകട്ടെ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രതീക്ഷിക്കാം. ഇനി ജോലി ഇല്ലാത്തവരുടെ കാര്യമോ എന്ന് ചോദിച്ചാൽ, ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലിക്കുള്ള ഭാഗ്യം ഉണ്ടാകുകയും ഒരു സ്ഥിര വരുമാനം നിങ്ങളുടെ മുന്നിൽ തെളിയുകയും ചെയ്യും. തൊഴിൽപരമായിട്ട് കുടുംബപരമായിട്ട് നിലനിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറും. അടുത്തുള്ള സർപ്പ ക്ഷേത്ര ദർശനം നടത്തുക. അറിഞ്ഞോ അറിയാതെ സർപ്പങ്ങൾക്ക് എന്തെങ്കിലും ഹാനി വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളെ ആകെ ഒരു കെട്ടുപാടിൽ ഇട്ട് കളയും. അതായത് തടസ്സങ്ങൾ, എന്ത് തൊട്ടാലും തടസ്സം. വിവാഹം കഴിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം, വിവാഹം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് തടസ്സം, അങ്ങനെ പല വിധേനയുള്ള തടസ്സങ്ങൾ കാരണം ആകെ ഒരു പെട്ട അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറണമെങ്കിൽ അടുത്തുള്ള സർപ്പദൈവങ്ങളെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് അവരെ പ്രീതരാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ നിങ്ങൾ സമീപിച്ച് നിങ്ങളുടെ ജാതകവശാലുള്ള കാര്യങ്ങൾ അതുവഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പൊതുവായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്ക് അടുത്തുള്ള ഒരു ജ്യോതിഷിയെ സമീപിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതുകൂടി നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഇത് പൊതുവെയുള്ള ഫലം പറയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഓണം ബമ്പർ, അതിൽ നിന്നൊരു ധനവരവ്, ഒരു മാറ്റമൊക്കെ ഉണ്ടാകേണ്ട സമയം തന്നെയാണ്. അതിൽ ഓണം ബമ്പർ എന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനവരവിൻ്റെ സമയമാണ്. വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഏതെങ്കിലും നേരിടുന്നവരാണെങ്കിൽ അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിക്കുക. ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്നുകൂടി പറയുക. ജോലി കിട്ടിയതിന് ശേഷം മറക്കാതിരിക്കുക. വന്ന വഴി മറക്കുന്ന ചില സ്വഭാവം ആളുകൾ കാണിക്കാറുണ്ട്. അതായത് ജോലി കിട്ടാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കും, വഴിപാടുകൾ നീങ്ങും. പക്ഷെ ജോലി കിട്ടിക്കഴിയുമ്പോൾ മറവിയാണ് മനുഷ്യന് സ്വാഭാവികമായി വന്നു പോകും. അങ്ങനെ മറക്കുന്നതിൻ്റെ ഭാഗമായി ചിലപ്പോൾ നമ്മുടെ മറവിയിൽപ്പെട്ട് ആ നേർച്ചയും അങ്ങനെ പോകും. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോഴും പലരും മനസ്സിലാക്കുകയില്ല എന്താണ് ഇതിന് പിന്നിൽ ഇങ്ങനെ പ്രശ്നമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ജോലിയുമായി ബന്ധപ്പെട്ട് നേർച്ചകൾ, കാഴ്ചകൾ ഭഗവാന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള മനസ്സുകൂടി നിങ്ങൾക്കുണ്ടാകണം. ജോലി കിട്ടിക്കഴിഞ്ഞ് കയ്യിലേക്ക് 4 കാശ് വന്നു കഴിയുമ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പോൾ ഭഗവാൻ അവിടെ ഇട്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ വഴിപാടുകൾ പറയുമ്പോൾ എപ്പോഴും അതൊന്ന് എഴുതിയിടാനോ, അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് മറവി വന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയിടുക. പേഴ്സണലായിട്ട് ഡയറിയൊക്കെ വെച്ച് അതിലൊന്ന് സൂക്ഷിച്ച് അലമാരയിൽ വെക്കുക, എഴുതി സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ അത് ഭഗവാനോട് നമ്മൾ പറയുകയാണ്, എനിക്കത് നേടിത്തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം ചെയ്യാമേ എന്നുള്ള ഒരു വാഗ്ദാനം. അത് ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ അത് തിരിച്ചും ചെയ്യണം. അതാണ് പറഞ്ഞത്, ഒരു പാലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ ചില ആളുകൾ അത് മറന്നു പോകുന്നുണ്ട്, അതുവഴിയും ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മളോടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, വിദേശത്തേക്ക് പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി ഭഗവാനെ പ്രീതനാക്കുക. എല്ലാ തടസ്സങ്ങളും മാറും. ഇപ്പോൾ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു സമയവും മാസവും ഒക്കെയാണ്. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക.